ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇംഗ്ലു. പാട്ട് മൂളിക്കൊണ്ട് അവൻ വന്നു, സംസാരിച്ചുകൊണ്ട് അവർ ഇരുന്നു. ഇത്തരം സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അതു ചെയ്തുകൊണ്ട് ഇതും കൂടെ ചെയ്തു, അല്ലേ? അല്ലെങ്കിൽ അതു ചെയ്തുകൊണ്ട് ഇതു ചെയ്തു, അങ്ങനെ ഇങ്ങോട്ട് വന്നു, പാടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു, പാട്ട് മൂളിക്കൊണ്ട് അവൻ വന്നു. രണ്ട് കാര്യങ്ങളാണ് ഒരേ സമയത്ത് നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? മലയാളത്തിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? പാട്ടു മൂളിക്കൊണ്ട്. അപ്പോൾ എന്താണ് ആദ്യം വരുന്നത്? പാട്ടു മൂളിക്കൊണ്ട്. ഇങ്ങനെ പറയാൻ വെരി സിമ്പിളാണ്. പാട്ട് മൂളുന്നതിന് എന്താണെന്ന് നോക്കാം. പാട്ട് മൂളുന്നതിന് ഹം എന്നാണ് പറയുന്നത്. ഹം ഹം മൂളിപ്പാട്ട് പാടുക എന്നാണ് ഹം എന്ന് പറഞ്ഞാൽ. പാട്ട് മൂളുക അല്ലെങ്കിൽ മൂളിപ്പാട്ട് പാടുക. ഹമ്മിങ് എന്നാൽ അതിൻ്റെ നൗൺ ഫോം കൂടിയാണ് മൂളിപ്പാട്ട്, ഹമ്മിങ്. സോ എങ്ങനെ പറയും? ഹം എന്ന വാക്കിലേക്ക് നമ്മൾ ING ഫോം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ഹമ്മിങ് സോങ്, ഹമ്മിങ് ഹിസ് ഫേവറേറ്റ് സോങ്, അതല്ലെങ്കിൽ ഹമ്മിങ് എ സോങ് ഹി കെയിം. ഹമ്മിങ് സോങ് ഹി കെയിം ടു മൈ ഹോം. ഹമ്മിങ് സോങ് ഹി കെയിം ടു മൈ ഹോം. പാട്ട് മൂളിക്കൊണ്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മളവിടെ എന്താണ് ചെയ്തത്? ഹം പ്ലസ് ING, ഹമ്മിങ്. ഹമ്മിങ് സോങ് ഹി കെയിം ടു മൈ ഹോം. പാട്ട് മൂളിക്കൊണ്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. നമുക്ക് കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കാം. ഉറക്കെ കൈയടിച്ചുകൊണ്ട് അവർ പരിപാടി അവസാനിപ്പിച്ചു. ഉറക്കെ കൈയടിച്ചുകൊണ്ട് അവർ പരിപാടി അവസാനിപ്പിച്ചു. ക്ലാപ്പിംഗ്, ക്ലാപ്പ് എന്നാണ് കൈയടിക്കുന്നതിന്. അപ്പോൾ ക്ലാപ്പിംഗ് എലൗഡ്, ക്ലാപ്പിംഗ് എലൗഡ്. ക്ലാപ്പ് പ്ലസ് ING ആക്കുന്നു. ക്ലാപ്പിംഗ്, ക്ലാപ്പിംഗ് എലൗഡ്, ഉറക്കെ. എലൗഡ് മീൻസ് ഉറക്കെ. ക്ലാപ്പിംഗ് എലൗഡ് ദേ കൺക്ലൂഡഡ് ദ പ്രോഗ്രാം. കൺക്ലൂഡ്, കൺക്ലൂഡഡ്, ദേ സ്റ്റോപ്ഡ്. ക്ലാപ്പിംഗ് എലൗഡ് ദേ കൺക്ലൂഡഡ് ദ പ്രോഗ്രാം. ഓക്കെ. വിഷ് ചെയ്തുകൊണ്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. കുട്ടികളെയൊക്കെ വിഷ് ചെയ്തുകൊണ്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. വിഷിംഗ്, വിഷ്, വിഷിംഗ്. വിഷിംഗ് ചിൽഡ്രൻ ടീച്ചർ എൻറ്റേർഡ് ഇൻ ടു ദ ക്ലാസ് റൂം. വിഷിംഗ് ചിൽഡ്രൻ ടീച്ചർ എൻറ്റേർഡ് ഇൻ ടു ദ ക്ലാസ് റൂം. ഓക്കെ. സംസാരിച്ചുകൊണ്ട് അവർ സമയം ചെലവഴിച്ചു. സംസാരിച്ചുകൊണ്ട് അവർ സമയം ചെലവഴിച്ചു. പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ. പരസ്പരം എന്നുള്ളതിന് എന്താണ് വാക്ക്? ഈച്ച് അതർ, ഈച്ച് അതർ. ടോക്കിംഗ് ഈച്ച് അതർ ദേ സ്പെൻഡ് ടൈം. ടോക്കിംഗ് ഈച്ച് അതർ ദേ സ്പെൻഡ് ടൈം. പരസ്പരം സംസാരിച്ചുകൊണ്ട് അവർ സമയം ചെലവഴിച്ചു. സം മോർ എക്സാമ്പിൾസ്. വലിയ ശബ്ദമുണ്ടാക്കി ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നു. എങ്ങനെയായിരിക്കും പറയുന്നത്? ഉണ്ടാക്കുന്നതിന് മേക്ക്. മേക്കിംഗ് ലൗഡ് നോയ്സ്, മേക്കിംഗ് ലൗഡ് നോയ്സ് ട്രെയിൻ കെയിം ടു സ്റ്റേഷൻ. ട്രെയിൻ കെയിം ടു സ്റ്റേഷൻ. ഓക്കെ. എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ട് അവൻ അവിടുന്ന് സ്ഥലം വിട്ടു. അവൻ അവിടുന്ന് പോയി. murmuring something he left the place. murmuring something he left the place. The last one, telling story mom lulled her to sleep. telling stories mom lulled her to sleep. എന്താണ് lulled? lull താരാട്ടുന്നതിനാണ് lull എന്ന് പറയുന്നത് lull. So telling story mom lulled her to sleep. കഥ പറഞ്ഞുകൊണ്ട് അമ്മ അവളെ ഉറക്കി. കഥ പറഞ്ഞുകൊണ്ട്. ടെല്ലിങ് സ്റ്റോറി, ടെല്ലിങ് സ്റ്റോറി ഓർ ടെല്ലിങ് സ്റ്റോറീസ്. ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്ത് അമ്മ മോം ലൾഡ് ഹെർ ടു സ്ലീപ്പ്. മോം ലൾഡ് ഹെർ, ഉറക്കുക, താരാട്ടുക. ഇതിനൊക്കെ ലൽ എന്ന് പറയാവുന്നതാണ്. ലൾഡ് ഹെർ ടു സ്ലീപ്പ്. കഥ പറഞ്ഞുകൊണ്ട് അമ്മ അവളെ ഉറക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്.
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.